ഇന്നിപ്പോൾ മിനിസ്റ്റർ എം ലിജു ആണ് നമുക്കൊപ്പം ക്രോസ് ഫയറിലുള്ളത്. ലിജു, സ്വാഗതം. എന്തായാലും ഒരു തിരിച്ചടികളിൽ തളരാത്ത പോരാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ഇനി എം ലിജു. കാരണം അവിടെ നിന്ന് അതിജീവിച്ച് വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥാനലബ്ധിയെ എങ്ങനെയാണ് കാണുന്നത്? എന്നെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സഹായിച്ചത് കായംകുളത്തെ ജനതയാണ്. അതോടൊപ്പം കേരളത്തിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ച നിരവധി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞവർ, നേരിട്ട് പറഞ്ഞവർ. അപ്പോൾ എല്ലാവരുടെയും ഒരു പിന്തുണ കൊണ്ടാണ് ജയിച്ച MLA ആവാൻ സാധിച്ചത്. പാർട്ടി, മുന്നണി നേതൃത്വം മന്ത്രിയാകാൻ ഒരു അവസരം നൽകി. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം തൽക്കാലമായിട്ടില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന ധാരണ വെച്ചിട്ട് ഒരുപക്ഷെ ടൂറിസമോ സഹകരണമോ എക്സൈസോ ഈ വകുപ്പുകളിൽ ഏതെങ്കിലും 2 വകുപ്പുകൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് ഈ ഭരണ നിർവഹണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഒന്ന്, ആദ്യം തന്നെ ഇതെല്ലാം പഠിക്കണം. നന്നായി തന്നെ ഏത് വകുപ്പാണ് ലഭിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരു അടിസ്ഥാന പഠനം അതിനെക്കുറിച്ച് ആവശ്യമാണ്. അപ്പോൾ അതിലെ നിയമങ്ങൾ, ചട്ടങ്ങളൊക്കെ തന്നെ പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പരിചയസമ്പന്നരായ വ്യക്തികളുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കണം. പിന്നെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കണം. ഒരു വകുപ്പിനെ കുറിച്ചൊരു കാഴ്ചപ്പാട്, പിന്നെ എൻ്റേതായ ഓരോ വിഷയത്തെക്കുറിച്ചും എൻ്റേതായ ഒരു കാഴ്ചപ്പാടും അതിനകത്ത് ആഡ് ചെയ്യണം. പൊതുസമൂഹവുമായിട്ട് നടത്തുന്ന, അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഓരോ വകുപ്പിൻ്റെയും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ജനങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. പിന്നീട് കാര്യക്ഷമമായ, ആത്മാർത്ഥമായ, സത്യസന്ധമായ വകുപ്പിനെ മുന്നോട്ട് നയിക്കണം. ഇതാണ് ആഗ്രഹം. തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ സർക്കാർ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത് സുതാര്യതയുണ്ടാകും എന്ന ഒരു തോന്നലാണ്. കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ആ മട്ടിലാണ് കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതൊക്കെ. ആ സുതാര്യത ഒരുപക്ഷെ ആദ്യമായി കണ്ട ഒരു UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയിൽ ഇത്ര വലിയ പങ്കാളിത്തം ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് സത്യപ്രതിജ്ഞ നടത്തുന്നതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. ആ ജനകീയ പങ്കാളിത്തം, ഇതെല്ലാം ഭരണത്തിൽ അങ്ങോട്ട് പ്രതീക്ഷിക്കാവോ? തീർച്ചയായും. 10 വർഷക്കാലം UDF അധികാരത്തിലുണ്ടായിരുന്നില്ല. മാത്രമല്ല 10 വർഷക്കാലം കേരളത്തിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭരണ സംസ്കാരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് ഉണ്ടായത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയിലാണ് ജനം ഇന്നലെ ഇരച്ചു കയറിയത്. ഇന്നലെ എല്ലാ നിയമങ്ങളും അപ്രസക്തമായി. VIP, VVIP അല്ല, ഇതെല്ലാം മാറിപ്പോയി. ജനം വലിയ ആവേശത്തോടെ കടന്നു വന്നു. പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും നേടാനൊന്നും അല്ല, വന്ന് കാണുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അങ്ങനെ ഒരു സമൂഹത്തെയാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ, അവിടെ അംഗൻവാടി ടീച്ചർമാർ, ബസ് യാത്ര. അപ്പോൾ ഒരു നല്ല തുടക്കം ലഭിച്ചിട്ടുണ്ട്. ജനത്തിനൊരു വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. തീർച്ചയായും 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവാണ്. തീർച്ചയായും ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, അതിനപ്പുറത്ത് ഉദ്യോഗസ്ഥ വൃന്ദം വലുതായി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരായിട്ടുണ്ട്. പക്ഷേ ഈ 10 വർഷം കൊണ്ട് പരിചയിച്ച കുറേ കാര്യങ്ങളിലായിരിക്കും പലപ്പോഴും ഉദ്യോഗസ്ഥരെടുക്കുക. ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ എത്തിയിട്ടുള്ള ഒരൊറ്റ പോലീസുകാരനും ഇതിനു മുമ്പ് ഇത്തരം ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടിട്ടുള്ള ആളോ അത് നിയന്ത്രിച്ചിട്ടുള്ള ആളോ ആയിരിക്കില്ല പലപ്പോഴും അവിടെ നിന്നിട്ടുള്ളത്. അവരുടെ ആ കൺഫ്യൂഷൻ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ, ഈ UDFൻ്റെ ഒരു ശൈലി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ, ഇതൊക്കെ എങ്ങനെ മറികടക്കും? അതൊക്കെ ഒരു ഇനിഷ്യൽ തുടക്കത്തിലുണ്ടാകുന്ന ചില ആശങ്കകൾ മാത്രമല്ല, ആശങ്കകളല്ല, തുടക്കത്തിലുണ്ടാകുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ ചില കാര്യങ്ങൾ. അതൊക്കെ വരും ദിവസങ്ങളിൽ എന്താണ് UDF മുന്നോട്ട് വെക്കുന്ന സംസ്കാരം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തന ശൈലി എന്താണെന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായും മനസ്സിലാക്കുക തന്നെ ചെയ്യും. അവരെ ആ തരത്തിൽ മോൾഡ് ചെയ്യുക എന്നതാണല്ലോ ഭരണാധികാരികളുടെ കൃത്യമായ ചുമതല. ഇപ്പോൾ ഈ മദ്യനയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും LDFൻ്റെയും UDFൻ്റെയും സമീപനം വ്യത്യസ്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ നടപ്പാക്കിയ കുറേയേറെ പ്രോജക്റ്റുകളുണ്ട്. അത് കുറേയൊക്കെ ഈ ടൂറിസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ മട്ടിലാണ് LDF സർക്കാർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നയപരമായ ഒരു വ്യതിയാനത്തിലേക്ക് പെട്ടെന്ന് പോയാൽ അത് മൊത്തം സിസ്റ്റത്തെ കുഴപ്പത്തിലാക്കില്ലേ? ഏത് ഭരണവും ഒരു തുടർച്ചയാണ്. ഇപ്പം നമുക്ക് നല്ല മാതൃകകൾ തുടരേണ്ടതുണ്ട്. അതേ സമയത്ത് തന്നെ നമുക്ക് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന മദ്യനയമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് കൂടി പരിഗണിച്ച് വേണം നമുക്ക് തീരുമാനമെടുക്കാൻ. കാരണം സമൂഹമാണല്ലോ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യം.
UDFിൻ്റെ നയം അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഓരോ വിഷയത്തിലും ഇതുവരെയുള്ള സർക്കാരിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ച് കൃത്യമായൊരു പഠനം, അതിൽ മാതൃകാപരമായ ഗുണപരമായ കാര്യങ്ങളുടെ തുടർച്ച, അതേസമയത്ത് തന്നെ സമൂഹത്തിനും സംസ്ഥാനത്തിനും ഗുണകരമല്ലാത്ത കാര്യങ്ങളിൽ മാറ്റപ്പെടണം. അതിനുവേണ്ടിയാണല്ലോ ജനം നമുക്ക് വോട്ട് ചെയ്തേക്കുന്നത്, അല്ല അതേപോലെ തുടരുക എന്നുള്ളതല്ലോ കാര്യം. അപ്പോൾ അതിന് മാറ്റമുണ്ടാക്കി മുന്നോട്ട് പോവുക, അതാണ്. ഇപ്പോൾ UDFിൻ്റെ ഒരു സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും അവർ ഈ LDF സർക്കാരിൽ നിന്ന് വിഭിന്നമാകുന്നത്, LDFന് അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിശദീകരണമുണ്ട് ഈ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സമൂഹത്തിൽ എന്താണോ അത് ആ മട്ടിലായിരിക്കില്ല, അതിൻ്റെ സമൂഹം ആഗ്രഹിക്കുന്ന പ്രാതിനിധ്യത്തെ ആ മട്ടിലായിരിക്കില്ല LDFിൻ്റെ സർക്കാർ വരുമ്പോൾ നമ്മൾ കാണുക, അല്ലെങ്കിൽ വിവിധ സാമുദായിക ഘടകങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ UDF അങ്ങനെയല്ല, സാമുദായിക പ്രാതിനിധ്യം എന്നുള്ളതൊരു പ്രധാന വിഷയമായിരിക്കും. അത് ആ മട്ടിൽ തന്നെ പറയുകയും ചെയ്തു. ഇപ്പം മുഖ്യമന്ത്രി അടക്കം അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ സ്വാഭാവികമായും ഏൽപ്പിക്കുന്നത് പതിവായി ഒരു സാമുദായിക വിഭാഗത്തെയാണെന്നുള്ളത് UDF സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അല്ല, ഒന്ന് സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയാം. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ് ഒരു ഭരണഘടനാ മൂല്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ അത് പിന്നെ UDF പാലിക്കുന്നു എന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ ചില വകുപ്പുകളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, വകുപ്പ് ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അനുവദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയാണെന്നൊരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച്, അത് പിന്നീട് ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. തീർച്ചയായും. ഈ എല്ലാവർക്കും പ്രാതിനിധ്യം എന്നുള്ളത് പരിഗണിക്കുമ്പോൾ പക്ഷേ UDFന് പലപ്പോഴും അങ്ങനെ പരിഗണിക്കുന്നത് വേറൊരു തരത്തിൽ പ്രശ്നമാവാറുണ്ട്. കാരണം ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു, ലത്തീൻ സമുദായത്തിന് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ ഒരു സമീപനത്തിൽ ഉണ്ടാവില്ലേ? റെപ്രസെൻറ്റേഷൻ എന്നത് ഓരോ സമൂഹങ്ങളുടെയും ന്യായമായ അവകാശം തന്നെയാണ്. നമുക്കത് എല്ലാ കാര്യങ്ങളും 100% സാധ്യമാകുന്നില്ലല്ലോ. പക്ഷേ സോഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്നൊരു ആവശ്യം മുൻനിർത്തി ഓരോ സംഘടനകളും പറയുന്നതിനെ നമുക്കൊരു തെറ്റായി കണക്കാക്കാൻ സാധ്യമല്ല. അത് അതിൻ്റെ ന്യായങ്ങളുണ്ട്. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നതും അല്ലെങ്കിൽ ആവശ്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഉയർന്ന പ്രതിഷേധങ്ങൾ വരുന്നതിനെയും ആ തരത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റല്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും സജീവമായ പ്രകടനങ്ങളും ഒക്കെ കേരളം കണ്ടു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു സംഗതിയാണ്. അതിനപ്പുറത്ത് പുറത്തു നിന്നുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും എല്ലാം സജീവമായി ഉണ്ടാകുന്നതും കണ്ടു. ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വില്ലൻ അത് KC വേണുഗോപാലാണെന്നുള്ള ഒരു പ്രതീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുചെന്ന് നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഒരിക്കലുമില്ല. KC വേണുഗോപാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ തന്നെ ഏറ്റവും കഠിനാധ്വാനിയായൊരു നേതാവാണ്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം അതിശക്തമായി സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കടുത്ത സമ്മർദ്ദങ്ങളെ, അല്ലെങ്കിൽ നമ്മളീ പറയുന്നതുപോലെ ഒരു സാധാരണ വെല്ലുവിളിയോ ഭീഷണിയോ അല്ലല്ലോ സംഘപരിവാർ, കോൺഗ്രസ് അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന നേതാക്കന്മാർക്കെതിരെ നൽകിയിട്ടുള്ളത്. പലർക്കുമെതിരെ ED അന്വേഷണം, ജയിൽവാസം, പല ഭീഷണികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനെ ഇപ്പോൾ ഒരു നേതാവ് ഇതിനെല്ലാം അതിജീവിച്ചാണ്. അപ്പോൾ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു. സംഘപരിവാറിൻ്റെ ഭീഷണികളെ ചെറുക്കുവാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൽ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ നമ്മുടെ മുമ്പിൽ സുവ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ചില ആളുകൾ എവിടെ നിന്നോ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്ന് വെച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അതെന്തെങ്കിലും ചലനമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയിലും അദ്ദേഹം തുടക്കം മുതൽ ഒരു നിലപാടിലാണല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞ മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തോടാണ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കി. ഇപ്പോഴും അതാണല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിച്ച ശേഷം ഒരു അപശബ്ദമെങ്കിലും കോൺഗ്രസിനുണ്ടായോ? എല്ലാവരും വന്ന് നിന്ന് കൃത്യമായി അതിനോടൊപ്പം നിന്നു. KC വേണുഗോപാൽ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ നിലപാട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പാർട്ടിക്കാരനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രധാനം. കോൺഗ്രസ്സാണ്, ഈ പ്രത്യയശാസ്ത്രമാണ്, ഈ കൊടിയോടാണ് സ്നേഹം എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും
അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മുദ്ര കുത്താനുള്ള ശ്രമം എവിടെന്നെങ്കിലും ഉണ്ടായാൽ പോലും അതൊക്കെ ചില പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് ആരാണൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ CPM ഫ്ലെക്സ് കൊണ്ടുവെക്കുന്നത് നമ്മൾ കണ്ടു, CCTV ഉള്ളതുകൊണ്ടാണ് ഫ്ലെക്സ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആര് ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ജനമനസ്സുകളിലുണ്ട്, മറ്റെല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. ഇപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് അതല്ല, ഞാനത് ചോദിക്കാനുള്ള കാരണം ആ നിലയ്ക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ള ചർച്ച സജീവമായി നിൽക്കുമ്പോൾ റോഡിലെ ഈ പ്രകടനങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ അതിരുകടന്ന പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ചീത്തവിളിയും ഒക്കെ എങ്ങനെ സജീവമായപ്പോഴാണ് ലിജുവിൻ്റെ കുറച്ച് ശക്തമായ ഒരു പ്രതികരണം നമ്മൾ കണ്ടത്. അതായത് കുടിക്കടങ്ങണം എന്ന് ഈ പ്രകടനക്കാരോട് പറഞ്ഞു. അത് പറഞ്ഞതോടെ ഈ പ്രകടനക്കാർ മുഴുവൻ ലിജുവിന് നേരെ തിരിയുന്ന ഒരു കാഴ്ച. അപ്പോൾ ആ സാഹചര്യം അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നോ? ഞാനൊന്ന് നമുക്കൊരു പൊതുവായി നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. പരമാവധി നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ ആളുകളെ ഇപ്പോൾ ചർച്ചകളിലാണല്ലോ നമ്മൾ ആളുകളെ, എന്നെ ഇപ്പോൾ ആളുകൾ കൂടുതൽ കാണുന്ന എവിടെ ആയിരിക്കും? സംവാദങ്ങളിലായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യത്തോടെ നമ്മൾ തീരുമാനിച്ചാണ് പോകുന്നത്. ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പ്രകോപനം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്തു? പ്രകോപനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തിനപ്പുറത്ത് നമ്മൾ എന്താണോ പറയുന്നത് എന്ന് സമൂഹത്തിന് അറിയാൻ വേണ്ടി നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പം നമ്മൾ വളരെ കാര്യമായി സംസാരിക്കും. അപ്പം ആളുകൾ പൊതുവായി തന്നെ ഞാൻ ഇടപെടുന്നൊരു രീതി, ആളോട് സംസാരിക്കുന്ന രീതിയും ചർച്ചകളുടെ രീതി വെച്ച് ഞാൻ അങ്ങനെ രൂക്ഷമായി സംസാരിക്കുന്നത് അധികം ആരും കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ ഞാൻ രൂക്ഷമായി അഷ്ണനെ അറിയാം, ഞാൻ വിവിധ വിഷയങ്ങളിൽ അതിരൂക്ഷമായി തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ തന്നെ ശരീരഭാഷയിൽ അല്പം എനിക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടെന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ മനുഷ്യരെന്ന രീതിയിൽ ഏറ്റവും സൗമ്യമായി സഹിഷ്ണുതയോടെ സംസാരിക്കുമ്പോൾ തന്നെ ആത്മരോഷം വരുമ്പോൾ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അന്ന് ഒരു ലോങ് ഷെഡ്യൂളിന് ശേഷം ഞാൻ നിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ എന്നോട് ഇതുമായി ബന്ധം എന്നോട് ആ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നത്, നാട്ടിലാകമാനം പ്രകടനങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാരായിരിക്കുന്ന KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് കയറുന്നു, VD സതീശൻ്റെ ഫ്ലെക്സിൽ പോയി തുപ്പുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, എല്ലാ നേതാക്കന്മാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. ഇത് കോൺഗ്രസ് കലാപത്തിൻ്റെ വക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ കേരളം ഇത്തവണ ജയിച്ചു. UDF ജയിച്ചത് UDF പ്രവർത്തകരുടെ അനുഭാവികളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ 102 സീറ്റ് ലഭിക്കുമ്പോൾ തളിപ്പറമ്പ് ജയിക്കുന്നു, പിന്നെ ധർമ്മടത്ത് 6 റൗണ്ട് മുന്നിൽ നിൽക്കുന്നു. കായംകുളത്ത് ഞാൻ ജയിച്ച കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിച്ചു കഴിഞ്ഞാൽ അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. അപ്പം ജനം വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിച്ചാണ്. അപ്പം ജനത്തിൻ്റെ ഒരു മുമ്പിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ വന്ന നേതാക്കന്മാർ VD സതീശൻ ക്യാമ്പയിൻ ചെയ്യുന്നു, KC വേണുഗോപാലിൻ്റെ ശക്തമായ പ്രചരണം ഉണ്ട്, രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. ആ പ്രചരണത്തിലെല്ലാം പങ്കെടുത്ത് വിജയിപ്പിച്ച ജനത്തിൻ്റെ മുമ്പിൽ ഒരു ഭാഗം ആളുകൾ പറയുകയാണ്, കുഴപ്പക്കാരനായിരുന്നു, ഇവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. അപ്പം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് 3 നേതാക്കന്മാരുടെ പേര് ഉയർന്നു വന്നു ജനാധിപത്യപരമായി. അതിനകത്ത് തെറ്റില്ല. പേര് പറഞ്ഞ അയോഗ്യ ആളുകളാണോ? കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടോ പറഞ്ഞു നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതായിട്ടില്ല വരാൻ തീരുമാനിക്കും. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നമ്മൾ ചുമതലപ്പെടുത്തി, പാർലമെന്ററി പാർട്ടി കൂടി ഒറ്റവരി പ്രമേയം പാസാക്കി മല്ലികാർജ്ജുന ഖാർഗെയെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഖാർഗെജി ഇനി തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വത്തോട് ചർച്ച ചെയ്യുന്നു. നമ്മളെല്ലാ MLA-മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു, MP-മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, നേതാക്കന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു നമ്മളേറ്റവും വിശ്വസിക്കുന്ന ഒരു നേതൃത്വം തീരുമാനമെടുക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അപ്പം നമുക്ക് നേതാക്കന്മാർക്ക് വേണ്ടി പ്രകടനം നടത്തുന്നതിനും തെറ്റില്ല. പ്രകടനം നടത്തിയാൽ എത്രയോ ആരാധകർ പ്രകടനം നടത്താറില്ലേ, അതിനെന്താ തെറ്റ്? പക്ഷെ പ്രകടനം നടത്തുന്നവർ പോയി KC-യുടെ ഫ്ലെക്സ് കയറുക, VD സതീശൻ്റെ ഫ്ലെക്സിൽ തുപ്പുക, രമേശ് ചെന്നിത്തല ഏറ്റവും കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു നടക്കുക, ഇത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ആ ആരാധകരോടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഒരു പൊടിക്കടങ്ങാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഞാൻ സാധാരണ സംസാരിക്കുന്നത് മാത്രമല്ല, എനിക്കത് പിന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സമചിത്തതയോടെ സംസാരിക്കാമായിരുന്നു.
അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ വളരെ നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലോ ഒരേ ശാരീരികാവസ്ഥയിലോ അല്ലല്ലോ പോകുന്നത്. നമ്മളൊരു ദിവസം നീണ്ടൊരു ഷെഡ്യൂളിൽ ചിലപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ പ്രതിഫലിച്ചു. ഇപ്പം വീട്ടിൽ പോലും നമ്മൾ ഒരേ അവസ്ഥയിലാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർക്കെല്ലാം ഓരോ അവസ്ഥ, ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ എനിക്കൊന്നും കടുത്ത രോഷം എൻ്റെ മനസ്സിലുണ്ട്, അതാണ് റിഫ്ലക്റ്റ് ചെയ്തത്. മാത്രമല്ല ആ ഒരു പ്രതികരണത്തെ പലരും എന്താ പറയുക വളരെ തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ രാഹുൽ ഗാന്ധിയെയും ഖാർഗെജിയെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ ആരാധനയുള്ള ഒരാളാണ്. എന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് തന്നെ അദ്ദേഹം നേരിട്ട് ടാലൻറ്റ് സെർച്ചിലൂടെ നടത്തി. ഞാൻ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചുമതലക്കാരനായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തൊരു വ്യക്തിപരമായി തന്നെ വലിയ ഒരു സ്നേഹവും ബഹുമാനവുമുണ്ട്. ഈ രാജ്യത്ത് അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ഏത് നേതാവും നടത്തുന്ന പോരാട്ടങ്ങളെക്കാളും വലിയ ഒരു പോരാട്ടം. അപ്പം നമ്മൾ അദ്ദേഹത്തിലാണ്, ഞാൻ പറഞ്ഞു ഈ 3 നേതാക്കന്മാരല്ല, 4മതൊരു നേതാവിനെയാണ് മുഖ്യമന്ത്രിയായ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെങ്കിലും എൻ്റെ നിലപാട് അതിനൊപ്പമാണ്. കാരണം ഞാൻ പാർട്ടി വിശ്വസിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇതൊരു നീണ്ട പോരാട്ടത്തിൽ ഇത് ചെറുക്കാൻ പറ്റുന്ന നേതാവ് അദ്ദേഹമായതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ പിന്നെ അടുത്തൊരു എന്നോട് പറഞ്ഞു, ഇനി ഇവരാരൊക്കെ വിട്ടുപോയാലും നമ്മൾ പാർട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയൊന്നും എനിക്ക് മനസ്സിലെ ഒരു ആത്മരോഷത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു ഗുലാം നബി ആസാദ് പോയി, ജ്യോതിരാദിത്യ സിന്ധ്യ പോയി. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആര് പോയാലും ഞാൻ ഇപ്പോൾ അതിനുണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവരെന്ത് ചെയ്തു, ഒരു ഭാഗത്തുനിന്ന് കട്ടിയിട്ട് പറഞ്ഞു ഇന്ന നേതാവ് വിട്ടുപോയാലും ഒരു കുഴപ്പമില്ലാതെ ലിജു പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ എന്ന് പറഞ്ഞാൽ പല നേതാക്കളും ആര് പോയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞതിന് ഒരു പർട്ടിക്കുലർ നേതാവിൻ്റെ പേരങ്ങ് എടുത്തിട്ടു. എന്നിട്ട് അത് മാത്രം കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു പൊടിക്കടങ്ങെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഏത് ആരാധകരോടാണ് പറഞ്ഞത്? പോസ്റ്റർ കീറുന്ന, ആക്ഷേപിക്കുന്ന ഒരു മോബ്, ഒരു വല്ലാതെ നിൽക്കുന്ന ഒരു ആളുകളോടാണ് ഞാൻ സംസാരിച്ചത്. അതല്ലാതെ മുദ്രാവാക്യം വിളിക്കാനും പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകാനും അടികൊണ്ടവരൊന്നും അല്ല ആക്ഷേപിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ രീതി എന്നോട് ഇഷ്ടമുള്ള തന്നെ പലരും പറഞ്ഞു ലിജു അത് കുറച്ചുകൂടെയൊക്കെ ഒരു സമചിത്തതയോടെ പറയാമായിരുന്നു, നമ്മുടെ ശരീരഭാഷയും വല്ലാതെ മോശമായി. ഞാനതിനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണത്, അത് പാലിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പറയേണ്ട രീതിയുണ്ട്, ഏത് കാര്യവും പറയേണ്ട ഒരു രീതിയുണ്ട്. അത് കുറച്ചുകൂടി സമചിത്തതയോടെ സൗമ്യതയോടെ പറയാമായിരുന്നുള്ളൊരു തിരിച്ചറിവ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വാഭാവികമാണത് നേരിടേണ്ടി വരും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി ചീത്തവിളി കേൾക്കേണ്ടി വന്നു. അതായത് അണികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും അടക്കം ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടായതിന് ശേഷം അതിൽ നിലപാടെടുത്ത KC വേണുഗോപാലിനോട്, VD സതീശനോട്, രമേശ് ചെന്നിത്തലയോട് ഇതേ ഭാഷയിൽ ആളുകൾ സംസാരിക്കുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ കണ്ടത് പക്ഷെ ഈ ഒരു സ്വഭാവം, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അതൊരു വേറെ തരത്തിലൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ സ്വഭാവത്തിലേക്ക് അത് വളരുകയില്ല. അല്ല, അത് നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. ഇപ്പോൾ പഴയകാല നേതാക്കന്മാർക്കൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. പുതിയ കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒന്ന് ഇതിപ്പം ഈ പുതിയ ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ഇത് ആരൊക്കെയാണിത് പറയുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞാൻ എതിർ പാർട്ടികളാണോ അവിടെ നിലവിലുള്ളവരെങ്കിൽ കോൺഗ്രസ് അതൊരു ഇഷ്യൂ ഉണ്ടാവട്ടെ എന്ന് കരുതി ആസൂത്രിതമാണോ എന്നും പറയാൻ കഴിയില്ല. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഞാനിത് വലുതായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ഈ സോഷ്യൽ മീഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞു നിരവധി ലോക്ക്ഡ് അക്കൗണ്ടുകൾ. അപ്പോൾ ആദ്യം ഒരു പാറ്റേൺ നമുക്കൊരു ലോക്ക്ഡ് അക്കൗണ്ട് വഴി സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ആളുകൾ ഇതിനെ ഫോളോ ചെയ്യും, അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ഒരു കാര്യമാണെന്നെങ്കിൽ ഞാൻ അല്പം മോശം ശരീരഭാഷയിൽ ഒരു പൊടി കിടങ്ങണം എന്ന് പറയുന്നത് കാണുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇന്നലെ എടുത്തിട്ടുണ്ട് കുതിരയ്ക്ക് കൊമ്പായി എഴുതിയിട്ട് കുതിരയ്ക്ക് കൊമ്പായത് കണ്ടില്ലേ. എന്നിട്ട് പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുമ്പോൾ വൈകാരികമായി എനിക്കൊരു അവസരം നൽകണമെന്ന് പറയുന്നത് വെച്ചിട്ട് അന്യൻ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ പിന്നെ രൂക്ഷമായി സംസാരിക്കുന്നത് എടുത്തിട്ട് പറഞ്ഞു കണ്ട ട്രാൻസ്ഫോർമേഷൻ. അന്ന് വളരെ വിനയാന്യതനായ വോട്ട് ചോദിച്ച കക്ഷിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടു. അപ്പോൾ ഇത്തരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇത് കാണുമ്പോൾ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സ്വാഭാവികമായി സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ ഫേക്ക് ലോക്ക്ഡ് അക്കൗണ്ട്സ് വഴി ആദ്യം ഒരു പൊതുബോധം സൃഷ്ടിക്കുക, പിന്നെ ആളുകളെല്ലാം കൂടെ ഇതിൻ്റെ പിന്നാലെ വരുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ജെനുവിനായി സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വാസഭ്യം പറയുന്ന ജെനുവിനായി സംസാരിക്കുന്ന ആളുകൾ എന്നെ വിളിച്ചിട്ട് പലരും പറഞ്ഞു ഇതെന്താണ്. അപ്പം ഞാൻ പറഞ്ഞു
പറഞ്ഞു നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഈ ഭാഗം കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു ലിങ്ക് ഇതിനകത്ത് നിങ്ങൾ നോക്കുക. അതൊരു കാര്യം ശരിയാണ്, ഞാൻ കുറച്ച് അഗ്രസീവായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ബാക്കി ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അതിന് വിളിച്ചിട്ട് പറഞ്ഞല്ല ഞങ്ങളത് ഇത് മാത്രമേ കണ്ടുള്ളൂ, ബാക്കി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഇതിലാണ്. ഞാൻ അതിനെ അംഗീകരിക്കും. അപ്പം നമ്മളതിനെ 2 തലത്തിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഇതിലെ നമുക്ക് മെച്ചപ്പെടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന വളരെ പോസിറ്റീവായ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കാര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അത് നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊരു ഒരു പാഠമാണ്. അതേസമയം വെറുതെ വന്നിട്ട് ഏറ്റവും ഒരു കാര്യവും ഇല്ലാതെ അസഭ്യം പറയുന്നവർ അല്ലെങ്കിൽ ലോക്ക്ഡ് പ്രൊഫൈലുകൾ ഉപയോഗിച്ച് വ്യാജ പ്രചരണം സൃഷ്ടിക്കുന്നത് അതൊരു ക്രൈമാണ്. വ്യാജ പ്രചരണം നടത്തുന്ന അത് നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കെതിരെ മാത്രമൊന്നുള്ളതല്ല, ആർക്കെതിരെയാലും ഇത്തരം നവമാധ്യമങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം ഫേക്ക് അക്കൗണ്ട്സുകളെ യഥാർത്ഥത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ സൈബർ രംഗത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യം. കാരണം അല്ലെങ്കിൽ അവർക്ക് പലതരത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മൂന്നാമതൊരു തരം ആളുകൾ യഥാർത്ഥ അക്കൗണ്ടിൽ നിന്ന് തന്നെ വളരെ മോശപ്പെട്ട, അത് അവരുടെ വ്യക്തിപരമായ ഒരു അപജയമാണ്. നമുക്കതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. സമൂഹം എന്ന് പറയുന്നത് എല്ലാത്തരം മനുഷ്യരുള്ള ആളുകളല്ലേ. അപ്പോൾ അവരുടെ ഉള്ളിൽ നന്മയുടെ കൈത്തിരി കാണും. ഇപ്പം തൽക്കാലം ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ഞാൻ ഒരു കാര്യം, ഇപ്പോൾ ലിജുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ വർഗീയമായി വല്ലാതെ ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഇത്തരം പ്രചാരണങ്ങളോ ഇത്തരം കാര്യങ്ങളോ ഒക്കെ വളരെ വേഗത്തിൽ കേരളത്തിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സമാന്തരമായി നടക്കുന്നുമുണ്ട്. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് വർഗീയമായി തന്നെ ചേരിതിരിക്കാൻ പറ്റുന്ന ഒരു സാധ്യത തേടുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഗ്മിയാണ് വേറെ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറത്തുള്ള പലതരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അത്തരം പ്രചാരണങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം പ്രധാനമായും കേരളത്തിലെ ഒരു പൊതു സാഹചര്യം എടുത്തു നോക്കിയാൽ ഈഴവ വിഭാഗത്തെയും മുസ്ലിങ്ങളെയും, നേരത്തെ അത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈഴവരും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റാൻ എന്താണ് സാധ്യത എന്നുള്ളതായിരുന്നു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ഉള്ളപ്പോൾ നേരത്തെ വി ഡി സതീശൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് തരത്തിലുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾക്ക് ഈ സർക്കാർ ശ്രമിക്കുന്നു. ഈ ഇടപെടലുകളിൽ എന്തായിരിക്കും ലിജുവിൻ്റെ പോകും? അല്ല, തീർച്ചയായും സാമൂഹ്യ വിഭജനം നടത്താൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടുകൾ സ്വീകരിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തന്നെ നിലപാട് സ്വീകരിക്കണം. നമുക്കത് ഏത് സമൂഹത്തിൽ നിന്നും വർഗീയ വിഭജനത്തിലുള്ള ശ്രമം ഉണ്ടായാലും ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന് മതനിരപേക്ഷ കക്ഷികൾ, അത് കോൺഗ്രസ് മാത്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരണം. അവിടെ ഒരു തരത്തിലും വിവേചനമില്ലാതെ ആര് പറഞ്ഞാലും സമൂഹത്തിന് വിരുദ്ധമാണെങ്കിൽ, വിഭജനം സൃഷ്ടിക്കുന്നവരാണെങ്കിൽ കൃത്യമായ പ്രതികരണം ഉണ്ടായി. അത് ഭരണാധികാരികൾ തന്നെയാണ് കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. ജാഗ്രത പുലർത്തണം. നിയമപരമായി നേരിടേണ്ടതിനെ നിയമപരമായി നേരിടണം. രാഷ്ട്രീയമായി തിരുത്തേണ്ടതിനെ തിരുത്തണം. തെറ്റായൊരു പ്രചരണം നടത്തുവാണെങ്കിൽ എന്താണത്തെ വസ്തുത എന്താണെന്ന് പറഞ്ഞ് തന്നെ കൃത്യമായി നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ഫണ്ടെല്ലാം തന്നെ എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ വരുമാനമെല്ലാം എടുത്ത് പുറത്തിരവഴിക്കുകയാണെന്നൊരു പ്രചരണം ഉണ്ടായി. പക്ഷെ അന്ന് ഞാൻ കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യം കൃത്യമായൊരു കണക്ക് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. UDF MLA ഉൾപ്പെടെ അതിനെ എന്താണ് വരുമാനം, ആ വരുമാനത്തിൽ കൂടുതലാണ് സർക്കാർ ഇത് ചെലവഴിക്കുന്നത്. അപ്പോൾ പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിധിവരെ അത് പിന്നെ ആരും പറയുന്ന സാഹചര്യം. അപ്പം നമുക്കൊരു വിഷയത്തെ, എനിക്ക് എൻ്റെ ദീർഘകാല അനുഭവത്തിലൂടെ ഞാൻ രൂപപ്പെടുത്തിയെടുത്ത എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഇത്തരം കുപ്രചരണങ്ങളെ നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നതിനൊപ്പം തന്നെ, വൈകാരികമായ പ്രതികരണം എപ്പോഴും അത് കൂടുതൽ വൈകാരിക ജ്വലനം ഉണ്ടാക്കുകയുള്ളൂ. അത് നമ്മൾ വസ്തുതകൾ വെച്ച് തന്നെ എന്ത് ചെയ്യണം, പ്രതിരോധിച്ചു. അത് ചർച്ചകളും ആവശ്യമാണ്. ഇപ്പം മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ എനിക്ക് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷം നടത്തുന്ന സമയത്ത് കണ്ടൊരു പൊളിറ്റിക്കൽ മോഡലാണ്. മഹാത്മജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുടനീളം കൺസെൻസസിൻ്റെ പൊളിറ്റിക്സാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വൈക്കം ക്ഷേത്രം വന്നു, ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലൂടെ നടപടികളിലൂടെ നടക്കാൻ അവകാശമില്ല പിന്നോക്ക വിഭാഗക്കാർക്ക്. അപ്പോൾ അതിന് കാരണക്കാർ ഇന്ത്യൻ തുരുത്തി മനയിലെ തന്ത്രിയാണ്. അദ്ദേഹം നേരെ അവിടെ ചെല്ലുകയാണ്. അല്ല, അവിടെ വന്നിട്ട് മഹാത്മാഗാന്ധി അതിന് മുമ്പിൽ ഒരു 10 സമ്മേളനം വിളിച്ചു കൂട്ടി ഇന്ത്യൻ തുരുത്തി മനയിലെ നമ്പൂതിരിയെ ചീത്ത വിളിക്കുക എന്നല്ല ആദ്യം ചെയ്തത്. അദ്ദേഹം അവിടെ ചെന്നു.
അവരോട് ചെന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ ആംഗിൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഇങ്ങനെ താന്ത്രിക വിധി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതിലാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൃത്യമായ ഒരു ബോധ്യം, അവരുടെ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ദുഷ്ടബുദ്ധി കൊണ്ടാണോ അല്ലെ വേറെ തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ ഓരോ വിഷയത്തിലും നമുക്കൊരു കൺസെൻസസിനൊരു ശ്രമം, ഒരു ചർച്ച ആവശ്യമാണ്. ഇപ്പോൾ പ്രസൻറ്റേഷൻ സംവരണ സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിയുമായി നടന്ന ഡിബേറ്റ്സ് അതും ഒരു മാതൃകയാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർന്നു വരുന്നു, ആ ആശയങ്ങളിൽ സംവാദങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ടൊരു കൺസെൻസസ് എത്തും. അപ്പോൾ കേരളത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമമുണ്ടാകുമ്പോൾ വൈകാരിക പ്രകടനങ്ങൾ വഴി പരസ്പര സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു ഡയലോഗ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഡയലോഗ് വഴി കൺസെൻസസ് എത്താൻ സാധിക്കാതിരിക്കുകയും ദുഷ്ടബുദ്ധി കൊണ്ടാണ് ഇത്തരം പ്രവർത്തനം നടക്കുകയും ചെയ്താൽ പിന്നെ എന്താ ഉണ്ടാവേണ്ടത്? ശക്തമായ നടപടി ഉണ്ടാവണം. പക്ഷേ ആ ഒരു ഡയലോഗ് സ്പേസ് എപ്പോഴും ഉണ്ടാവണമെന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ സർക്കാരിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ 2001 മുതൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കോൺഗ്രസ് സർക്കാരുകൾ വരുമ്പോൾ ഉള്ളത് വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ സർക്കാരിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം, വിഭാഗീയതയ്ക്കപ്പുറത്ത് കഴിഞ്ഞൊരു ദശകത്തിന് ശേഷം ലഭിച്ചൊരു UDF ഭരണമാണ്. അപ്പോൾ അത് ഏറ്റവും മര്യാദയ്ക്ക് കൊണ്ടുപോകുക എന്നത് ഈ സർക്കാരിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ്, പാർട്ടിയുടെ മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിനും അനിവാര്യമാണ്. ഇപ്പോൾ മുൻകാലങ്ങളിലെ പോലെ ഒരു ബൈപ്പോളാർ സിറ്റുവേഷൻ അല്ലല്ലോ രാജ്യത്താകമാനമുള്ളത്. ഒരു ഭാഗത്ത് മൂന്നാമതൊരു ശക്തി ഇതിനകത്ത് കടന്നു കയറാൻ ശക്തമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനം നൽകിയ ഒരു അവസരത്തെ, ഞാൻ ജനമെന്ന് വീണ്ടും പറഞ്ഞതിൻ്റെ ഒരു കാരണം കോൺഗ്രസ് UDF വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, എല്ലാവരും പ്രതീക്ഷയോടെ നൽകിയ വോട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ CPM-ൻ്റെയൊക്കെ എത്രയോ വോട്ടുകളാണ് ലഭിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെ പറഞ്ഞ പത്തിയൂർ ചെട്ടികുളങ്ങരയൊക്കെ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ് എനിക്ക് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ NDA-യുമായിട്ട് ബന്ധപ്പെട്ട വോട്ടുകൾ എല്ലാം ലഭിച്ചിട്ടുണ്ട്, അല്ല പൊതുജന വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജനത്തിൻ്റെ ഒരു പ്രതീക്ഷ തകർക്കാതിരിക്കുക എന്നത് ഈ സർക്കാരിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വിഭാഗീയതയോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. എന്തായാലും പോർട്ട്ഫോളിയോ കൂടി വന്നതിന് ശേഷം വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. വളരെ നന്ദി ഈ സഹകരണത്തിന്. താങ്ക് യു.